ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഇന്ത്യ മുഴുവനും സംസാര വിഷയം ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ്. 95 കോടിയിലേറെ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുള്ള ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് പണ്ട് ഇലോൺ മസ്കിന് ഒരു നോട്ടമുണ്ടായിരുന്നു. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യൻ വിപണിയിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. തുടക്കത്തിൽ 5 വർഷം ഇവിടെ പ്രവർത്തിക്കാനുള്ള അനുമതിയും കിട്ടിക്കഴിഞ്ഞു. ഇലോൺ മസ്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടിച്ചു പിരിഞ്ഞതിനാൽ പൊടുന്നനെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ ലൈസൻസ് അനുവദിച്ചുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. സ്പേസ് എക്സിന്റെ കീഴിലുള്ള ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിച്ച് അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകും. പ്രതിവർഷം തുടക്കം മുതലേ സ്റ്റാർലിങ്കിന്റെ വരവിനെ എതിർക്കുകയുണ്ടായി. 2015 സ്റ്റാർലിങ്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പരമ്പരാഗത ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്ക് ബദലായാണ് ഈ ആഗോള ഇന്റർനെറ്റ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ഭൂമിയുടെ ലോ ഓർബിറ്റിൽ ഉള്ള ഉപഗ്രഹങ്ങൾ വഴിയാണ് ഇന്റർനെറ്റ് സേവനം നമുക്ക് ലഭിക്കുക. ഇതിനായി സ്റ്റാർലിങ്കിന് 7000-ഓളം ചെറിയ ഉപഗ്രഹങ്ങൾ സ്പേസ് എക്സ് വിന്യസിച്ചു കഴിഞ്ഞു. 72 പരം രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ ഇവർ സേവനം നൽകുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ഉപഗ്രഹത്തിൽ നിന്ന് സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ ആന്റിന പോലുള്ള ചെറിയ ഉപകരണവും ഇതിനുണ്ടാവും. അതിവേഗ ഇന്റർനെറ്റ് സേവനം ലോകത്തിന്റെ ഏത് കോണിലും സിഗ്നൽ ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഭൂമിയുടെ ലോ ഓർബിറ്റിൽ 600 കിലോമീറ്ററിന് താഴെയാണ് സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹങ്ങൾ വിന്യസിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ സിഗ്നലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകളെല്ലാം തന്നെ 35,000 കിലോമീറ്ററിന് മുകളിൽ എന്നതാണ് സ്റ്റാർലിങ്കിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഡാറ്റ കൈമാറ്റം വളരെ വേഗത്തിലാവുന്നു. അതിവേഗ സേവനമായതിനാൽ ഇതിന് നിരക്കും കൂടുതലായിരിക്കും. പ്രതിമാസം ഡാറ്റ പ്ലാനിന് 3000 രൂപ വരെ വരും എന്നാണ് അറിയപ്പെടുന്നത്. ഡിഷ് അടക്കമുള്ള കിറ്റിന് 33,000 രൂപയും വരും എന്ന് പറയപ്പെടുന്നു. ലേലമില്ലാതെയാണ് ഇത് മസ്കിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. രാജ്യസുരക്ഷയ്ക്ക് അപകടമാണോ എന്നൊരു സംശയവും ചർച്ചയും ഇപ്പോൾ തന്നെ ഇന്ത്യക്കകത്ത് നടക്കുന്നു. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയുടെ കൈകളിൽ എത്തും എന്നും പറയപ്പെടുന്നു. ലോ ഓർബിറ്റിലുള്ള സ്വകാര്യ ഉപഗ്രഹം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പറയപ്പെടുന്നു. സൈനിക പ്രതിരോധ രഹസ്യ വിവരങ്ങളിലേക്ക് ഈ ഉപഗ്രഹങ്ങൾ കടന്നു കയറുമോ എന്നും സംശയമുണ്ട്. സ്പെക്ട്രം അനുവദിക്കുന്നതിലെ സുതാര്യത ഇല്ലാതായി, ലേലം ഇല്ലാതായി സർക്കാരിന് കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വരുമാനം കുറഞ്ഞു എന്നും പറയപ്പെടുന്നു. പണ്ട് 2G സ്പെക്ട്രം പോലെ ഇതിലും വലിയ അഴിമതി ഉണ്ടാവുമോ എന്നും പ്രതിപക്ഷം ആരായുന്നു. ഇതില് എതിർപ്പുന്നയിച്ച് പ്രതിപക്ഷം വന്നിരിക്കുന്നത് CPIM, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളാണ്. അടിയന്തര ഘട്ടങ്ങളിൽ സർക്കാർ നിയന്ത്രണം ഏറ്റെടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്.